വിശുദ്ധ ഖുർആനിലെ 9-ാം ജുസ് സൂറത്തുൽ അഅറാഫിലെ 88-ാം സൂക്തം മുതൽ സൂറത്തുൽ അൻഫാലിലെ 40-ാം സൂക്തം വരെയുള്ള ഭാഗം. മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ സമൂഹത്തിന്റെ ചരിത്രം വിശദമായി പരാമർശിക്കുന്ന അൽ അഅറാഫിന്റെ അവസാന ഭാഗവും ബദർ യുദ്ധത്തെ വിശദമായി പരിശോധിക്കുന്ന സൂറത്തുൽ അൻഫാലിന്റെ ആദ്യ ഭാഗവും. പുതുക്കി പറഞ്ഞാൽ ഇതാണ് 9-ാം ജുസ്. ജാലവിദ്യക്ക് മുകളിൽ സത്യത്തിന്റെ വിജയത്തെയാണ് മൂസാ നബി അലൈഹി ഇസ്ലാമയുടെയും മാന്ത്രികരുടെയും സംഭവത്തെ വിശദീകരിക്കുന്നതിലൂടെ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ തുറന്നിടുന്നത്. മാന്ത്രികരുടെ വിശ്വാസം അവർ സത്യം ബോധ്യപ്പെട്ടപ്പോൾ ധീരമായി പ്രഖ്യാപിച്ചിരുന്നു എന്ന സൂചന 120-ാം സൂക്തത്തിലുണ്ട്. ബനൂ ഇസ്രായേലരെ എപ്രകാരമാണ് അള്ളാഹു വിവിധ രീതിയിൽ പരീക്ഷിച്ചതെന്ന് അവർക്ക് വന്ന ബാധകളെ മുൻനിർത്തി 133-ാം സൂക്തത്തിൽ പരാമർശമുണ്ട്. ക്ഷമിക്കുന്നവർക്കാണ് ഭൂമിയിൽ ആധിപത്യം ലഭിക്കാനാവുക എന്ന് 137-ാമത്തെ ആയത്തിൽ സൂചനയുണ്ട്. അള്ളാഹുവിനെ കാണാനുള്ള തന്റെ അദമ്യമായ ആഗ്രഹത്തെ മൂസാ നബി അലൈഹി ഇസ്ലാം പറഞ്ഞറിയിക്കുന്നതും എന്നാൽ അത് കാണാനാകില്ലെന്ന് അള്ളാഹു തിരിച്ചു പറയുന്നതും, ആഗ്രഹം മൂത്തപ്പോൾ വേണമെങ്കിൽ പർവ്വതത്തിലേക്ക് നോക്കൂ എന്ന് പറഞ്ഞ് പർവ്വതം പൊടിയായി പോയതിനെ കുറിച്ചും പറയുന്ന 143-ാം സൂക്തത്തിലെ പരാമർശത്തിന് ശേഷം മൂസാ നബി അലൈഹി ഇസ്ലാമയുടെ അഭാവത്തിൽ ജനങ്ങൾ വഴിതെറ്റിയതിനെ കുറിച്ചാണ് സാമിരി നിർമ്മിച്ചു കൊടുത്ത സ്വർണ്ണ പശുക്കുട്ടിയെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പ്രതിപാദിക്കുന്നത്. ആലമുൽ അർവാഹിൽ വെച്ച് അള്ളാഹുവിനോട് സ്വന്തത്തെക്കുറിച്ചുള്ള സാക്ഷ്യം നിർവഹിച്ചവരാണ് നമ്മൾ എന്നുള്ള ആത്മാക്കളുടെ സാക്ഷ്യത്തെക്കുറിച്ചുള്ള സൂചന 172-ാം സൂക്തത്തിലുണ്ട്. അള്ളാഹുവിന്റെ കലാമായ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ എപ്രകാരമാണ് അത് കേൾക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള മര്യാദയെക്കുറിച്ച്, അതിനുവേണ്ട ശ്രദ്ധയെക്കുറിച്ചുള്ള സൂചന 204-ാം സൂക്തത്തിലാണുള്ളത്. സൂറത്തുൽ അൻഫാലിലേക്ക് വന്നാൽ യുദ്ധാർജിത സ്വത്തിനെ കുറിച്ചുള്ള ആദ്യ സൂചനകൾ 1-ാമത്തെ ആയത്തിൽ തന്നെയുണ്ട്. അള്ളാഹുവിന്റെ പേര് കേൾക്കുമ്പോൾ ഹൃദയം പ്രകമ്പിതമാകുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറഞ്ഞതിനു ശേഷം പ്രതിസന്ധികളിൽ അള്ളാഹു നൽകുന്ന അദൃശ്യ സഹായത്തെക്കുറിച്ച്, ബദറിൽ വന്നിറങ്ങിയ മാലാഖമാരുടെ സഹായത്തെക്കുറിച്ചുള്ള പരാമർശം മുന്നിൽ വെച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളോട് സംസാരിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ സന്ദേശത്തിലേക്ക് മടങ്ങുക എന്നുള്ളത് നിങ്ങൾക്ക് പുതുജീവൻ ലഭിക്കുന്നതിനുള്ള കാരണമാണെന്ന് ഈ സൂറത്തിന്റെ 24-ാം ആയത്തിൽ വിശദീകരിച്ച ശേഷം അള്ളാഹുവിന്റെ ഭവനങ്ങളെ സംരക്ഷിക്കാനുള്ള യഥാർത്ഥ അർഹത സത്യവിശ്വാസികൾക്കും ദൈവഭക്തി ഉള്ളവർക്കും മാത്രമേയുള്ളൂ എന്ന് പരാമർശിച്ചുകൊണ്ടാണ് ഈ ജുസ് അവസാനിക്കുന്നത്.